രാകേഷേ പറയടോ, എന്താണ് UDFന്റെ ഒത്താശ? അദാനിയുടെ കൈവശമുള്ള 49% ഷെയറുകൾ, അദാനിയുടെ കൈവശമുള്ള ഷെയറിൽ നിന്ന് ആ ഷെയറിന്റെ 49% അദാനിക്ക് 75% ഷെയറുകൾ വിൽക്കാം. ഡോ രാകേഷ് കേക്ക്, അദാനിക്ക് ഈ വിഴിഞ്ഞം പോർട്ടില് അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ, അദാനിയുടെ ഷെയറിന്റെ 75% വിൽക്കാം. ആ അദാനി 49% ഷെയർ MSC കമ്പനിക്ക് കൈമാറിയിട്ടില്ല. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എടോ, ഇതിലെവിടെയാണോ UDFന്റെ റോള്, UDFന്റെ ഒത്താശ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നീ ആദ്യം മനസ്സിലാക്കി തരണം. എന്താണ് UDFന്റെ ഒത്താശ? അങ്ങനെയാണല്ലോ എഴുതിയത്. എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരികൾ UDF സർക്കാരിന്റെ ഒത്താശയിൽ. UDF സർക്കാരിന് എന്തോ ഒത്താശയാണോ? എടോ മണുകുണാഞ്ച, വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം കേട്ടോ. വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇമ്മാതിരി തോന്നിയാ എഴുതാടോ. അദാനിയുടെ 49% ഷെയർ വിൽക്കാൻ UDFന്റെ ഒത്താശ എന്തിനാണോ പൊട്ട പറ. അദാനി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത സഫ്രോൺ സ്ട്രോക്സ് എന്ന ചാർട്ടേഡ് വിമാനത്തിൽ കയറിയോ? മുമ്പിൽ വീണ്ടും വിമാനം, സതീശന്റെ മംഗളൂരു യാത്ര. അതിപ്പോ എല്ലാ സഖാക്കന്മാരും, എല്ലാ ഇമ്മാതിരി അന്തംഗമ്മികളും എന്ത് പറഞ്ഞാലും സതീശന്റെ മംഗളൂരു യാത്ര. എടോ, സതീശന്റെ മംഗളൂരു യാത്രയിൽ എന്ത് സംഭവം, എന്താ പ്രശ്നം? അത് പറ. അത് ഇതുവരെ ആരും പറഞ്ഞില്ലല്ലോ. സതീശൻ മംഗളൂരിലേക്ക് പോയി. അതാണ് രണ്ടാമത്തെ സെന്റൻസ്. അദാനി ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത സഫ്രോൺ സ്ട്രോക്സ് എന്ന ചാർട്ടേഡ് വിമാനത്തിൽ കയറി മംഗലാപുരത്ത് വെച്ച് അദാനി ഗ്രൂപ്പ് പ്രതിനിധിയുമായി VD സതീശൻ എന്ത് ധാരണയാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം എന്തിനാണ് ഏഷ്യാനെറ്റിനെ ഇത്രത്തോളം പ്രകോപിതരാക്കുന്നത് എന്നാണ് ഈ പെട്ടി തൂക്കി ചോദിക്കുന്നത്. അല്ല, ഞാൻ അറിയാൻ ചോദിക്കുകയാണ്. എന്ത് ധാരണയാണ്, എന്ത് ഡീലാണ് അദാനിയും VD സതീശനും തമ്മിൽ ഉണ്ടാക്കിയത്? പറയടോ രാകേഷ്, താൻ പറയടോ. താൻ ആദ്യം പറഞ്ഞ് വ്യക്താക്ക്. ഇവര് തമ്മിൽ എന്ത് ഡീലാണ് ഉണ്ടാക്കിയത്? എപ്പോഴാണോ സതീശൻ മംഗളൂരിലേക്ക് പോയത്? ഇവിടെ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ്. എന്താണ്? തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പാണ് സതീശൻ മംഗളൂരിലേക്ക് പോകുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ അദാനി വലിയ ബിസിനസ്സുകാരനാണെന്നൊക്കെ നമുക്കറിയാം അല്ലേ? അദാനി വലിയ ബിസിനസ്സുകാരനാണ്, നിങ്ങളുടെ പാർട്ട്ണറാണ്. അതാണ് നിങ്ങളുടെ പാർട്ട്ണറാണ്. വെറുതെ അദാനിനെ എങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? 10 കൊല്ലം അദാനിയെ കെട്ടിപ്പിടിച്ച് നടന്നവരാണ് നിങ്ങൾ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഈ അദാനി നല്ല ബിസിനസ്സുകാരൻ, നിങ്ങളുടെ പാർട്ട്ണർ. ഈ അദാനിക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ്, ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ്, വോട്ടെണ്ണുന്നതിന് മുമ്പ് ഈ അദാനി എങ്ങനെയാണോ തീരുമാനിക്കുക അടുത്ത മുഖ്യമന്ത്രി സതീശനാണെന്ന്? ഇനി വരാൻ പോകുന്ന മുഖ്യമന്ത്രി സതീശനാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3ാം തവണയും അധികാരത്തിൽ വരുമെന്ന് നിങ്ങളെല്ലാ ആൾക്കാരും വിശ്വസിച്ചതാണ്. നിങ്ങൾ അത് പരസ്യമായി പ്രഖ്യാപിച്ചതാണ് അല്ലേ? 3ാം തവണയും ഞങ്ങൾ അധികാരത്തിൽ വരും. എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. പറഞ്ഞതല്ലേ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെ തോറ്റു എന്ന് അത്ഭുതമാണ്. ഞങ്ങൾ 3ാം തവണയും വരേണ്ടതായിരുന്നു. ആ രീതിയിലുള്ള വികസനമാണ് ഞങ്ങൾ ഇവിടെ നടത്തിയത്. പക്ഷേ നിങ്ങൾ തോറ്റമ്പി അല്ലേ? തോറ്റമ്പി എന്ന് പറഞ്ഞ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി നിങ്ങൾ ഏറ്റുവാങ്ങി. ആ സമയത്ത് നിങ്ങളോടൊപ്പം നിന്ന അദാനി എങ്ങനെയാണ് കരുതിയത് സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന്? അതാണ് ഏറ്റവും വലിയ രസം. ഇനി ഒരു പക്ഷേ UDF ആയിരിക്കും അധികാരത്തിൽ വരിക എന്ന് അദാനിക്ക് വേണമെങ്കിൽ കരുതാം. UDF ആയിരിക്കും അധികാരത്തിൽ വരിക. പക്ഷെ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും സതീശനായിരിക്കും മുഖ്യമന്ത്രി എന്ന് അദാനിക്ക് എങ്ങനെയാണ് തീരുമാനിക്കാൻ പറ്റുക? നമ്മളൊക്കെ അന്ന് കരുതിയത്, ഏറ്റവും അധികം സാധ്യത കൽപ്പിച്ചിരുന്നത് KC വേണുഗോപാലിനായിരുന്നു. കാരണം KC വേണുഗോപാലിന് ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടായിരുന്നു. ഇവിടെയുള്ള MLA-മാരിൽ ബഹുഭൂരിപക്ഷവും KC വേണുഗോപാലിനൊപ്പമായിരുന്നു. ന്യായമായി രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തലയ്ക്ക് പ്രതിപക്ഷ നേതാവാക്കിയില്ല.
അതുകൊണ്ടൊക്കെ തന്നെ മാത്രമല്ല ഈ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ടേം കൂടി എന്താ പറയാ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ കണക്കിലെടുത്തിട്ട് വീണ്ടും ഒരു അടുത്ത തവണ എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കാനൊന്നുമില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ആയിരിക്കാം മുഖ്യമന്ത്രി എന്നൊക്കെ സാധാരണ നമ്മൾ ചർച്ച ചെയ്തൊരു കാലമാണ്. വി ഡി സതീശൻ യഥാർത്ഥത്തിൽ 3-ാം സ്ഥാനത്തേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കേസിയും ചെന്നിത്തലയും ഒക്കെ കഴിഞ്ഞിട്ടേ വി ഡി സതീശൻ വരുന്നുള്ളൂ. വി ഡി സതീശനെ പിന്തുണയ്ക്കുന്ന എംഎൽഎമാരുടെ എണ്ണൊക്കെ വളരെ ചുരുക്കമായിരുന്നു എന്നൊക്കെയാണ് നമ്മൾ വാർത്തകളിൽ നിന്ന് കേട്ടത്. ഞാൻ പറഞ്ഞോട് വരുന്നത്, ഈ അദാനി തലകുത്തി മറിഞ്ഞാലും അടുത്ത തവണ വി ഡി സതീശൻ ആയിരിക്കും മുഖ്യമന്ത്രി എന്നും ഈ കെ സി വേണുഗോപാൽ ആയിരിക്കില്ല, ചെന്നിത്തല ആയിരിക്കില്ല, വി ഡി സതീശൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി എന്നും മുഖ്യമന്ത്രിക്ക് തുറമുഖത്തിന്റെ ചുമതലയും ധനകാര്യത്തിന്റെ ചുമതലയും നിയമത്തിന്റെ ചുമതലയും ഒക്കെ ഉണ്ടാവുമെന്നും എന്നൊക്കെ വിചാരിച്ചിട്ടാണോ ഈ പെട്ടി പൊട്ടിക്കും മുമ്പ് തന്നെ, ഇലക്ഷൻ റിസൾട്ട് വരും മുമ്പ് തന്നെ ഇയാളുമായിട്ട് ഡിങ്കോൾഫി നടത്തിയത്? എന്താണോ പറയുന്നത്? എന്ത് വർത്താന പറയുന്നത് ഇത്? ഞാൻ കെ രാഗേഷ് എന്ന് പറയുന്ന ഈ ഒരു വകക്ക് കൊള്ളാത്തവനെ മാത്രമല്ല പറയുന്നത്, എല്ലാ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പം ഗോവിന്ദൻ മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ നമ്മളൊരു സാധനം പറഞ്ഞിട്ട് അത് ഏറ്റില്ലെങ്കിലേ നമ്മളവിടെ വിടണ്ടേ? ഇവരതല്ല, CPM-മാരുടെ സ്തംഭം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിഞ്ഞ പാളീസായാലും ഇവർ വീണ്ടും അത് പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഒരു ഗീബൽസിയൻ തിയറി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കള്ളത്തരമാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായാലും അത് വീണ്ടും 10,000 തവണ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ 10,000 തവണ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് തോന്നും, അതിലൊരു സത്യമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ കള്ളത്തരങ്ങൾ ആവർത്തിക്കുക. അങ്ങനെയാണ് ഇയാൾ വീണ്ടും കള്ളത്തരം ആവർത്തിക്കുന്നത്. മംഗലാപുരത്ത് വെച്ച് അദാനി ഗ്രൂപ്പ് പ്രതിനിധിയുമായി വി ഡി സതീശൻ എന്ത് ധാരണയാണ് ഉണ്ടാക്കിയത് എന്ന ചോദ്യം എന്തിനാണ് ഏഷ്യാനെറ്റിനെ ഇത്രത്തോളം പ്രകോപിതരാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഏഷ്യാനെറ്റിനെ എന്ത് പ്രകോപിതരാക്കാൻ? ഇനി വരാൻ പോകുന്ന സർക്കാരിൽ ധനകാര്യം, തുറമുഖം, നിയമം എന്നീ വകുപ്പുകൾ ആര് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടത് ആ മംഗലാപുരം യാത്രയിലല്ലോ. എന്താ രാഗേഷിന്റെ ഒരു ബുദ്ധി! ആ മംഗലാപുരം യാത്രയിലാണത്രേ. എപ്പം ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് നടത്തിയ മംഗലാപുരം യാത്രയിലാണത്രേ വരാൻ പോകുന്ന സർക്കാരിൽ, UDF സർക്കാർ ആണെന്ന് പോലും അറിയാത്ത സ്ഥിതിക്ക് വരാൻ പോകുന്ന സർക്കാരിൽ ധനകാര്യം, തുറമുഖം, നിയമം എന്നീ വകുപ്പുകൾ ആര് കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടത് ആ മംഗലാപുരം യാത്രയിലല്ലേ? അത് പറയാണ്, ഈ പോങ്ങൻ പറയാണ്. കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കാനുള്ള സമുദ്ര മിഷനുകൾ ബീജാവാപം ചെയ്യപ്പെട്ടതും അവിടെ വെച്ചല്ലേ? എന്തൊരു ബുദ്ധിമാനല്ലേ! പണ്ഡിതനാണ് ഇവൻ, ഈ പൊട്ടൻ. അവിടെ വെച്ചിട്ടാണത്രേ ഇതൊക്കെ രൂപപ്പെട്ടത്. ഇവനൊക്കെണ്ടല്ലോ, ഇവനൊക്കെ പത്തിക്കടിക്കേണ്ടതാണ് കേട്ടോ. പത്തിക്കടിച്ച് ഇനി മിണ്ടാൻ സമ്മതിക്കരുത് ഇവനെ. ഇവൻ അവിടെ തന്നെ നിൽക്കട്ടെ കേട്ടോ. ഇവൻ അവിടെ തന്നെ നിൽക്കട്ടെ, കണ്ണൂരിൽ തന്നെ നിൽക്കട്ടെ. അടുത്ത ഇലക്ഷനിലെ പട്ടപൂജ്യം ഉണ്ടാക്കാൻ ഇവനവിടെ വേണം. ഇവനെ മാറ്റല്ല കേട്ടോ. ഇനി വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളും കരാർ വ്യവസ്ഥകളും കർശനമായി പാലിക്കണമെന്ന് നിർബന്ധം പിടിച്ച കമ്പനിയുടെ വഴിവിട്ട ആവശ്യങ്ങൾക്ക് മുമ്പിൽ നട്ടെല്ല് വളയ്ക്കാത്ത ഉദ്യോഗസ്ഥരെ പുകച്ചു ചാടിക്കാനാണ് അദാനി ഗ്രൂപ്പ് ശ്രമിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളും കരാർ വ്യവസ്ഥകളും കർശനമായി പാലിക്കണമെന്ന് നിർബന്ധം പിടിച്ച കമ്പനിയുടെ വഴിവിട്ട ആവശ്യങ്ങൾക്ക് മുമ്പിൽ നട്ടെല്ല് വളയ്ക്കാത്ത ഉദ്യോഗസ്ഥരെ പുകച്ചു ചാടിക്കാനാണ് അദാനി ഗ്രൂപ്പ് ശ്രമിച്ചത്. ഇവന്റെ പോക്ക എങ്ങോട്ടാണെന്ന് അറിയോ? മനസ്സിലായോ? കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവന്റെ പോക്ക എങ്ങോട്ടാണെന്ന്. കാരണം ഇവനെ കർണേട്ടാന്ന് വിളിച്ചിങ്ങാണ്ട്, എന്താണ് കർണേട്ടാ എന്ന് വിളിച്ചിട്ട് ഒരു പെണ്ണുങ്ങള് ഒരു ആശംസ നേർന്നിരുന്നു. ആരാന്നറിയോ? ദിവ്യ എസ് അയ്യർ. ആരാണ്? ദിവ്യ എസ് അയ്യർ. നമ്മുടെ പഴയ ജി കാർത്തികേയന്റെ മരുമകൾ, ശബരിനാഥിന്റെ സഹധർമ്മിണി ദിവ്യ എസ് അയ്യർ ആയിരുന്നു വിഴിഞ്ഞം പോർട്ടിന്റെ MD. ഇവൻ കഴിഞ്ഞൊരു പോസ്റ്റില് ഇവൻ ഒരു 10 പ്രാവശ്യം പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അയ്യോ ദിവ്യ എസ് അയ്യരെ മാറ്റിയേ എന്ന് പറഞ്ഞു കണ്ട് ഇവന്റെ വക കരച്ചിലാണ്. അല്ലെ ഇവന്റെ രാഗേഷ് എന്ന് പറയുന്ന പൊട്ടൻ. കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് KK രാഗേഷിനെ അഭിനന്ദിച്ചത് ഒരു പെണ്ണുങ്ങള്. അതാണ് ദിവ്യ എസ് അയ്യർ. കണ്ണൂരിന്റെ പാർട്ടി സെക്രട്ടറി ആയിട്ട്, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയി KK രാഗേഷ് ചുമതലയേറ്റപ്പോൾ ഈ ദിവ്യ എസ് അയ്യർ, നിങ്ങൾ ആലോചിച്ച് നോക്കണേ, ഇതൊരു കോൺഗ്രസ് കുടുംബത്തിലെ മരുമകളാണ്. വേറൊന്ന്, കോൺഗ്രസ് കുടുംബത്തിലെ മരുമകൾക്ക് കോൺഗ്രസിനെ നിഷേധിക്കാം, അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. അതായത് ജി കാർത്തികേയന്റെ മരുമകൾ കോൺഗ്രസ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല.
ശബരിനാഥൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ കോൺഗ്രസ്സുകാരിയാവണമെന്ന് ഒരു നിർബന്ധമില്ല. ദിവ്യ എസ് അയ്യർക്ക് അവർക്ക് ഇഷ്ടമുള്ള പാർട്ടിയിലൊക്കെ വിശ്വസിക്കാം, അതൊക്കെ ചെയ്യാം. പക്ഷേ ഇവര് അന്തംഗമ്മികളെക്കാൾ അങ്ങപ്പുറത്ത് അല്ലെ, അന്തംഗമ്മികളെ തോൽപ്പിക്കുന്ന പ്രകടനമായിരുന്നു ദിവ്യ എസ് അയ്യർ നടത്തിയത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇതാണ്. അതായത് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ കെ രാഗേഷിനെ തിരഞ്ഞെടുത്ത ഉടനെ ഇവരുടെ ദിവ്യ എസ് അയ്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, കർണനാണ്, എന്താണ് രാഷ്ട്രീയത്തിലെ കർണനാണ്, കർണൻ. ആര്? ഇവൻ ഈ പെട്ടി നോക്കിയെ വിശേഷിപ്പിച്ചതാണ്. ഇയാൾ കർണനാണ്, കവചം, കർണന്റെ കവചം പോലെ സംരക്ഷിക്കുന്ന ആളാണ്. എന്താ സ്ഥിതി അല്ലേ? കെ രാഗേഷ് എന്ന് പറയുന്നത് കർണേട്ടനാണ് അത്രേ, കർണേട്ടൻ. ഇത്രയും വിശ്വസ്തനായ, ഇത്രയും പറയാൻ വാക്കുകളൊന്നുമില്ല. ഞാൻ ആ പോസ്റ്റ് ഇപ്പോഴും കിടക്കുന്നുണ്ട്, ഓൺലൈനിൽ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് പോയി നോക്കാം. ദിവ്യ എസ് അയ്യർ കെ രാഗേഷിനെ വാഴ്ത്തിക്കൊണ്ട്, കെ രാഗേഷിനെ ഇങ്ങനെ വാഴ്ത്തി എനിക്ക് തോന്നുന്നത് ട്രോൾ ചെയ്താണെന്ന് എനിക്ക് സംശയം കേട്ടോ. ട്രോൾ ചെയ്തല്ല, അത് ഈ പൊട്ടനെ എന്താ പറയാ, കർണനാണ്, കർണേട്ടനാണ്. ഈ ആശ്രിതന്മാരെ മുഴുവനും സംരക്ഷിക്കുന്നവനാണ്. തന്റെ എന്താ പറയാ, കർണനെ കുറിച്ച് പറയുന്ന ആ കഥകളൊക്കെ ഉണ്ടല്ലോ അല്ലേ, കർണന്റെ വീരകഥകൾ എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നവർക്ക് എന്തും ദാനം കൊടുക്കുന്ന അല്ലേ, തന്റെ ജീവൻ പോയാലും തന്റെ പടച്ചട്ടകൾ ദാനം ചെയ്യുന്ന കർണൻ. ആ കർണൻ എന്ന് പറയുന്ന ആ അല്ലേ, നമ്മളെല്ലാവരും ഇങ്ങനെ നമ്മുടെ കർണനെ കുറിച്ചൊക്കെ, കർണന്റെ ഈ ശബ്ദങ്ങളെ കുറിച്ചും കർണന്റെ ഈ ആശ്രിത വാത്സല്യത്തെ കുറിച്ചും അല്ലെങ്കിൽ കർണന്റെ ഈ ദാന കർമ്മങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ആ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വരുന്നൊരു രോമാഞ്ചം ഉണ്ടല്ലോ. ആ കർണനെയാണ് ഉപമിച്ചത് ആരുമായിട്ട്? പെട്ടിതൂക്കിയുമായിട്ട്. ദിവ്യ എസ് അയ്യർ പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞ വേറെ കാര്യമുണ്ട്. അതായത് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ദിവ്യ എസ് അയ്യർ പിണറായി വിജയൻ എന്ന് പറയുന്നത്, അതായത് എനിക്ക് തോന്നുന്നത് വാസവൻ സഖാവാണ് ഇത്തരം ഒരു വേദിയിൽ വെച്ചിട്ട്, പണ്ട് കോട്ടയത്തെങ്ങാണ്ട് ഒരു വേദിയിൽ വെച്ചിട്ട് പറഞ്ഞത് പിണറായി വിജയന്റെ കാലടിപ്പാടുകൾ പതിഞ്ഞ മണ്ണ് മുഴുവൻ പുണ്യമാണ് എന്ന്. അതായത് പിണറായി വിജയൻ ഇങ്ങനെ നടന്നുപോയ വഴിയിലൂടെയുള്ള മണ്ണുകൾ മുഴുവൻ വാരി നിങ്ങൾ കൊണ്ടുപോകുക, അത് പുണ്യമായ മണ്ണാണ്, ദൈവത്തിന്റെ സ്പർശമാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ആര്? വാസവൻ. തോറ്റുപോയി, സോപ്പടിച്ചെങ്കിൽ തോറ്റുപോയി. അടുത്ത ജയിലിലേക്ക് പോകാൻ പോകുന്നു, അത് ആ കഥ വേറെ. അപ്പോട്ടെ. അപ്പൊ ഈ വാസവനാണ് പിണറായി വിജയനെ ദൈവതുല്യൻ അല്ലേ, ദൈവത്തിന്റെ അവതാരം എന്നൊക്കെ പറഞ്ഞ ആളാണ് വാസവൻ. അതിനേക്കാൾ അങ്ങേപ്പുറത്തേക്ക് ദിവ്യ എസ് അയ്യർ പറഞ്ഞു ആ വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന വേദിയിൽ. അതായത് വൻ പദ്ധതികൾ, കേരളത്തിൽ വൻ പദ്ധതികൾ കൊണ്ടുവന്ന കൊണ്ടുവന്ന ഏക മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത്രേ. പിണറായി വിജയൻ തന്നെ കണ്ണു തള്ളിട്ടോ. പിണറായി വിജയൻ ആലോചിച്ച് നോക്കുകയാണ്, ഞാൻ ഏതാപ്പോ വലിയ പദ്ധതി ഉണ്ടോന്ന്. 10 കൊല്ലം കേരളത്തിൽ ഭരിച്ചിട്ട് ഒരൊറ്റ വൻ പദ്ധതി പോലും കൊണ്ടുവരാത്ത പിണറായി വിജയന്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ദിവ്യ എസ് അയ്യർ പ്രസംഗിച്ചതാണ് ഇന്നോളമുള്ള മുഖ്യമന്ത്രിമാരിൽ ഏറ്റവും വൻ പദ്ധതികൾക്ക് മുഴുവൻ ജീവൻ വെപ്പിച്ച, മുഴുവൻ കൊണ്ടുവന്ന മുഖ്യമന്ത്രിയാണ് ദൈവതുല്യൻ. വിഴിഞ്ഞം ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതിയാണെന്ന് എല്ലാവർക്കും അറിയാം. വിഴിഞ്ഞത്തെ പറ്റി മാത്രമല്ല പറഞ്ഞത്, കേരളത്തിന്റെ വികസനത്തിന് സഹായകമായി സാധാരണ ഈ കടലാസിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന പദ്ധതികൾക്ക്, അങ്ങനെയാണ്, കടലാസിൽ ഒതുങ്ങിപ്പോകുമായിരുന്ന പദ്ധതികൾക്ക് ജീവൻ വെപ്പിച്ച ദൈവതുല്യനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുതലാണ് ദിവ്യ എസ് അയ്യർ. ഈ ദിവ്യ എസ് അയ്യറെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയെ സ്ഥാനമേറ്റപ്പോൾ എവിടുന്ന് മാറ്റി? ഈ MD സ്ഥാനത്ത് നിന്ന് മാറ്റി. എന്നോ മാറ്റേണ്ടതാണ്. ഇവരിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അറിയോ? ദിവ്യ എസ് അയ്യരെ മാറ്റിയത് അദാനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. അദാനി ദിവ്യ എസ് അയ്യരെ ഭയപ്പെട്ടത്ര. ഇന്ന് ദിവ്യ എസ് അയ്യർ എന്നപ്പോൾ ഭയങ്കര സംഭവമാണല്ലോ അല്ലേ? ദിവ്യ എസ് അയ്യർ എന്ന് പറയുന്ന കേവലം ഒരു IAS ഉദ്യോഗസ്ഥയെ പേടിച്ചിരിക്കുകയായിരുന്നു അത്ര അദാനിയുടെ ഒരുപാട് ശ്രമങ്ങൾ, ഈ കരാറ് വയലേറ്റ് ചെയ്യാനുള്ള, കരാർ ലംഘിക്കാനുള്ള അദാനി ഗ്രൂപ്പിന്റെ ഒരുപാട് ശ്രമങ്ങൾ പരാജയപ്പെടുത്തിയത് ദിവ്യ എസ് അയ്യരായിരുന്നു അത്രേ. എന്തൊക്കെയാ അവർ തട്ടിവിടുന്നത്. ദിവ്യ എസ് അയ്യർ എന്ന് പറഞ്ഞാൽ കാരണഭൂതത്തിന്റെ മേലുള്ള എന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ. ഒരു വെറും ഒരു IAS ഓഫീസറാണ് ദിവ്യ എസ് അയ്യർ. ഈ വിഴിഞ്ഞം പോർട്ടിന്റെ MD എന്ന് പറഞ്ഞാലേ ഒരു കടലാസിന്റെ വലിയ പോലും ഇല്ലാത്ത സാധനമാണ്.
എന്താ ചെയ്യാനുള്ളത് അവിടെ? എന്താ ചെയ്യാനുള്ളത്? അതൊരു ഓർണമെന്റൽ പോസ്റ്റ് ആണെന്നേ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല അവിടെ. ഇവിടെ പ്രശ്നം എന്താ അറിയോ? ദിവ്യാസ് അയ്യരെ മാറ്റിയത് കെ രാഗേഷിന് കരച്ചിലോട് കരച്ചിൽ. ഇതാ ഈ പോസ്റ്റിലും അതാ പറയുന്നത്. ദിവ്യാസ് അയ്യരുടെ പേര് ഇതുവരെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇതിന്റെ മുമ്പുള്ള പോസ്റ്റില് 10 പ്രാവശ്യം പറഞ്ഞത് ദിവ്യാസ് അയ്യരെ മാറ്റി, ദിവ്യാസ് അയ്യരെ മാറ്റി, ദിവ്യാസ് അയ്യരെ മാറ്റി, ദിവ്യാസ് അയ്യരെ മാറ്റി എന്ന് പറഞ്ഞാണ് നിലവിളിയായിരുന്നു അവൻ. അപ്പൊ എന്താണ്? കമ്പനിയുടെ വഴിവിട്ട ആവശ്യങ്ങൾക്ക് മുമ്പിൽ നട്ടെല്ല് വളയ്ക്കാത്ത ഉദ്യോഗസ്ഥരെ പുകച്ചു ചാടിക്കാനാണ് അദാനി ഗ്രൂപ്പ് ശ്രമിച്ചത്. അതായത് ദിവ്യാസ് അയ്യരെ പുകച്ച് പുറത്തു ചാടിക്കാനായിരുന്നു അദാനി ശ്രമിച്ചത്. LDF ഭരണകാലത്ത് നാടിന്റെ താല്പര്യം സംരക്ഷിച്ച് പദ്ധതിയുമായി മുന്നോട്ടു പോയ ഉദ്യോഗസ്ഥരെ ഭരണം മാറിയതോടെ സമ്മർദ്ദത്തിലാക്കാനും സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാനുമുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ കൃത്യമായ അദാനി UDF തിരക്കഥയുണ്ട്. എടോ, ഭരണം മാറുമ്പോ ഉദ്യോഗസ്ഥ തലത്തിൽ മാറ്റണ്ടാവും. അതിപ്പോ മാത്രമല്ല, എല്ലാ കാലത്തും അങ്ങനെയാണ്. ഓരോ സർക്കാരിനും വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെയാണ് തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ നിയമിക്കുക. അല്ലാതെ പിണറായി നിയമിച്ച ഉദ്യോഗസ്ഥന്മാരെ അവിടെ വെച്ചുകൊണ്ട് സതീശന് ഭരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിക്കട്ടെ, പോലീസിന്റെ തലപ്പത്ത്, ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഒക്കെ തലപ്പത്ത് പിണറായി നിയമിച്ച ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇപ്പോഴും കുറെ എണ്ണം കിടക്കുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ മാറ്റാതെ ഇവിടെയൊക്കെ ഏറ്റവും പെട്ടെന്ന് മാറ്റേണ്ടതാണ്. കാരണം ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഉദ്യോഗസ്ഥരിലൂടെയാണ്. ഈ ഉദ്യോഗസ്ഥരിലൂടെ കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാലോ, ഈ പാലിയത്തുകാവില് ആദ്യം തന്നെ ഈ അധികാരമേറ്റതിന്റെ UDF സർക്കാർ അധികാരമേറ്റതിന്റെ 2ാം ദിവസമായിട്ടാണ് പാലിയത്തുകാവില് പോലീസ് അതിക്രമം ഉണ്ടാവുന്നത്. അതിലൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ പിണറായിയുടെ പോലീസ് ആയിരുന്നു ഇതൊക്കെ ചെയ്തത്. അപ്പൊ ഇത് ഓരോ ഗവൺമെന്റും വരുമ്പോൾ ഉദ്യോഗസ്ഥരെ മാറ്റും, ഇത് വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഇവന്റെ നിലവിളി എന്താണെന്ന് അറിയോ? ദിവ്യാസ് അയ്യരെ മാറ്റിക്കളഞ്ഞു. കാരണം ദിവ്യാസ് അയ്യരും ഇവനും തമ്മിലുള്ള എന്തിനാണ് ഇതൊക്കെ എന്താ പറയാ, വലിച്ച് ഇവൻ തന്നെ പുറത്തേക്ക് ഇടുന്നത് അല്ലേ? ഇതിന്റെ ആദ്യത്തെ പോസ്റ്റിന്റെ അടിയിലുണ്ട് കൊറോണേട്ടാ എന്ന് പറയുന്ന വിളി. ആൾക്കാരൊക്കെ ഇങ്ങനെ ട്രോളി വിളിക്കുകയാണ്. അതൊന്നും പിന്നെ മനസ്സിലായെങ്കിൽ ചിലപ്പോൾ പിന്നെ അത് എന്താ പറയാ ആഹ്ലാദിക്കുന്നുണ്ടാവും. ഓ, ദിവ്യാസ് അയ്യരുടെ വാഴ്ത്തുപാട്ടിന് വിധേയനായ സുന്ദര കുട്ടപ്പനാണല്ലോ താൻ. ഓ, ആ തിരക്കഥയും എഴുതപ്പെട്ടത് മംഗലാപുരത്താണ്. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെ മാറ്റാനുള്ള തിരക്കഥയൊക്കെ മംഗലാപുരത്ത് നിന്നാണ് ഇതൊക്കെ രൂപപ്പെട്ടതെന്നാണ് മൂപ്പര് പറയുന്നത്. ആ തിരക്കഥയും എഴുതപ്പെട്ടത് മംഗലാപുരത്താണ് എന്നത് പകൽ പോലെ വ്യക്തമാണ്. UDF ഭരണത്തിന്റെ തണലിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി വിഴിഞ്ഞം പൂർണ്ണമായും തങ്ങളുടെ കുത്തകയാക്കി മാറ്റാമെന്നാണ് അദാനി ഗ്രൂപ്പ് കരുതുന്നത്. ഇവന് ഈ കരാറിനെ പറ്റി ഒന്നും അറിയില്ലട്ടോ. വിഴിഞ്ഞം കരാറിനെ പറ്റി ഈ ചെങ്ങായിക്ക് ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുകയാക്ക്. എന്താണ് വിഴിഞ്ഞം കരാർ? അദാനി ഗ്രൂപ്പും ഈ വിഴിഞ്ഞം പോർട്ടും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ഒന്ന് ഈ ചെങ്ങായിനോട് പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും. വിഴിഞ്ഞം പോർട്ട് MDA വരുന്നു ആ കരാർ. വിഴിഞ്ഞം പോർട്ട് MD ആരാണ്? ദിവ്യാസ് അയ്യർ. വിഴിഞ്ഞം പോർട്ട് MDA തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ അദാനി ഗ്രൂപ്പ് നടത്തിയ നീക്കങ്ങളെ കുറിച്ച് പറഞ്ഞതും ഏഷ്യാനെറ്റിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇവനിങ്ങനെ ഏഷ്യാനെറ്റിനെ കുറ്റപ്പെടുത്തുകയാണ്. ഈ പോസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. ഈ പോസ്റ്റ് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും KK രാഗേഷ് എന്ന് പറയുന്നവൻ എത്രമാത്രമാണ് CPMന്റെ ഒരു ബാധ്യതയെ മാറിയിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇവൻ ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദാനിയുടെ കയ്യിലുള്ള ഷെയറിന്റെ 49% MSC കമ്പനിക്ക് എപ്പോ വേണമെങ്കിലും ആരുടെയും ഒരു ശുപാർശയും ഇല്ലാത്ത എപ്പം വേണമെങ്കിലും വിൽപ്പന നടത്താൻ കൈമാറാൻ അദാനി ഗ്രൂപ്പിന് പറ്റും. അതിന് VD സതീശന്റെയോ പിണറായി വിജയന്റെയോ KK രാഗേഷിന്റെയോ ആരുടെയും ഒരു തരത്തിലുള്ള സഹായവും വേണ്ട. ഇതൊക്കെ ഈ നാട്ടിൽ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. ഒരാൾക്കൊഴികെ, ഈ പറയുന്ന പൊട്ടനൊഴികെ. എങ്ങനെ CPM തോറ്റു? ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ആർക്കെന്നല്ല, നമ്മുടെ നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ CPMമാർക്ക്, അന്തംഗമികൾക്ക് ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് തോറ്റുപോയത്. ഈ തോൽവിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ഇവര് ഈ പാർട്ടിയിൽ താഴെ തട്ട് മുതൽ കാരണങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഈ പാർട്ടി സഖാക്കൾ തന്നെ വളരെ ക്ലീൻ ആയിട്ട്, വളരെ നീറ്റായിട്ട്, വളരെ കൃത്യമായിട്ട് അവര് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് തോറ്റത്.
പക്ഷെ അതൊന്നും നമ്മുടെ അപ്പം ഗോവിന്ദന് അതൊന്നും എന്താ പറയാ, അതൊന്നും രേഖയിൽപ്പെടുത്തില്ല. എന്നിട്ട് ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ കുറെ കാര്യങ്ങളൊക്കെ കുത്തിക്കുറിച്ച് അതാണ് PB കൊടുത്തത്. അങ്ങനെയാണ് PB ഓടിച്ചത്. അത് കഴിഞ്ഞ കഥ. പക്ഷേ വളരെ സിമ്പിളായിട്ട് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാർട്ടിക്ക് സ്ഥിരമായി വോട്ട് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാർ ഇത്തവണ മീൻസ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ല, പ്രത്യേകിച്ചും CPM വോട്ട് ചെയ്തില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എങ്ങനെ UDF 102 സീറ്റുകൾ കിട്ടി എന്ന് ചോദിച്ചാൽ UDF സ്നേഹം കൊണ്ടോ ആരാധന കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. ഒരൊറ്റ കാരണം ഉണ്ടായിരുന്നുള്ളൂ. ഒരു ബേസിക് കാരണം എന്താണ്? ഈ ദുർഭൂതത്തെ ഇനിയും അധികാരത്തിൽ വരുത്തരുത്. ഇത് മാത്രമായിരുന്നു ഇവിടുത്തെ ജനങ്ങളുടെ ഏക അജണ്ട. പകരം ആരെങ്കിലും വന്നോട്ടെ, ആരെങ്കിലും വരട്ടെ, കോൺഗ്രസോ ലീഗോ BJPയോ ആര് വന്നാലും ഒരു പ്രശ്നമില്ല. പക്ഷെ കാരണഭൂതമൻ ടീമിനെ നിലം തൊടിക്കരുത്. ഇതൊറ്റ കാരണമായി. അപ്പൊ കാരണഭൂതത്തിന്റെ മാത്രം തോന്നിയാസം കൊണ്ടല്ല, കാരണഭൂതത്തിന്റെ മാത്രം തെമ്മാടിത്തം കൊണ്ടല്ല, കാരണഭൂതത്തിന്റെ അനുചരന്മാരുണ്ട്, പെട്ടിതൂക്കികളുണ്ട്. അതിൽപ്പെട്ട 1-ാം നമ്പർ പെട്ടിതൂക്കിയാണ് കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അല്ലേ? കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്നറിയോ? ഇപ്പോഴും കണ്ണൂരിൽ CPM ജില്ലാ സെക്രട്ടറിയായി KK രാഗേഷ് എന്ന് പറയുന്ന ഒരു വകക്ക് കൊള്ളാത്തവൻ ഇപ്പോഴും ആ സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം കേട്ടോ. എന്തുകൊണ്ട് CPM രക്ഷപ്പെടില്ല? എന്തുകൊണ്ട് CPM എന്ന് പറയുന്ന പാർട്ടി ഇനി ഒരിക്കലും കേരളത്തിൽ തിരിച്ചു വരില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് KK രാഗേഷ് എന്ന് പറയുന്ന ഒരു വകക്ക് കൊള്ളാത്തവൻ കേരളത്തിൽ CPM കോട്ടയായ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഇപ്പോഴും വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാളെ എന്നോ പിടിച്ചു മാറ്റേണ്ടതല്ലേ? ഈ മനുഷ്യൻ എന്തെങ്കിലും വർത്താനം പറയാൻ പറ്റൂ? നമ്മൾ കണ്ടതല്ലേ നമ്മുടെ കുഞ്ഞികൃഷ്ണൻ സഖാവ് രക്തസാക്ഷി ഫണ്ട് കൊള്ളയടിച്ചു എന്ന് പറയുന്ന ആരോപണം ഉന്നയിക്കുകയും ഇത് സംബന്ധിച്ച് വിവാദങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തപ്പോഴേ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പത്രസമ്മേളനം നടത്തി. ഇമാതിരി നാണം കെട്ടൊരു പത്രസമ്മേളനം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ പത്രലേഖകരുടെ മുമ്പിൽ ഇയാളാകെ എന്താ പറയാ നാണം കെടുകയായിരുന്നു KK രാഗേഷ്. ഒരു ഉത്തരവും ഉണ്ടായിരുന്നില്ല KK രാഗേഷിന്. പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് മുഴുവൻ പറയുകയായിരുന്നു. നമ്മളെല്ലാരും കണ്ടതാണ്. നമുക്ക് തന്നെ നമ്മുടെ തോലുരിഞ്ഞു പോകും ഈ മനുഷ്യൻ അവിടെ കിടന്നുകാണ്ട് ഈ രീതിയിലുള്ള കൊഞ്ഞാണം കളി കളിക്കുന്നത് കാണുമ്പോ അല്ലേ? എന്തൊക്കെയാണ് വിഡ്ഢിത്തങ്ങൾ പറഞ്ഞത്? ഞങ്ങൾ പിരിക്കും കണക്ക് വെക്കൂല. നിങ്ങളോട് കണക്ക് പറയേണ്ട കാര്യമില്ല. ഞങ്ങൾ അത് ബഹുജനത്തിന് ഞങ്ങൾ കണക്ക് കൊടുക്കും. അപ്പോഴാണ് പത്രക്കാർ ചോദിച്ചത്, എന്താ സഖാവി ബഹുജനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാർ ബഹുജനം, പൊതുജനം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആൾക്കാർ പൊതുജനം. അപ്പൊ പൊതുജനമല്ല ബഹുജനമല്ല പൊതുജനം. നമ്മൾ സാധാരണ മനസ്സിലാക്കിയത് പൊതുജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മുടെ പബ്ലിക്കിനെ വിശേഷിപ്പിക്കുന്നതാണ് പൊതുജനങ്ങൾ അല്ലെങ്കിൽ ബഹുജനങ്ങൾ എന്നൊക്കെ. പക്ഷെ KK രാഗേഷ് പറഞ്ഞു ബഹുജനം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തംഗമ്മികളാണ്. അന്തംഗമ്മികളുടെ മുമ്പിൽ ഞങ്ങൾ കണക്ക് അവതരിപ്പിക്കും, പക്ഷേ വിവരമുള്ള ആൾക്കാരുടെ മുമ്പിൽ ഞങ്ങൾ കണക്ക് അവതരിപ്പിക്കൂല. എന്തൊക്കെ വിഡ്ഢിത്തങ്ങളായിരുന്നു ഇയാൾ പറഞ്ഞതല്ലേ? പോട്ടെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഇവർക്ക് CPM നഷ്ടമായ ലക്ഷക്കണക്കിന് വോട്ടുകൾ അല്ലേ, ചോർന്നു പോയ ലക്ഷക്കണക്കിന് വോട്ടുകൾ. ഈ ലക്ഷക്കണക്കിന് വോട്ടുകളിൽ KK രാഗേഷിന്റെ സംഭാവന എത്ര? അന്തംഗമ്മികൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വോട്ടുകൾ ചോർന്നു പോയത് ഇപ്പോ പിണറായി വിജയന്റെ സംഭാവന നിങ്ങൾ അങ്ങനെ കൂട്ടി നോക്കി അല്ലേ? എങ്ങനെ CPM തോറ്റു എന്നുള്ളതിന് കൃത്യമായ ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം പിണറായി വിജയൻ കാരണഭൂതത്തിന്റെ തെമ്മാടിത്തം കൊണ്ട് എത്ര വോട്ട് പോയി? കാരണഭൂതത്തിന്റെ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ, ധാർഷ്ട്യം, കടക്കുപുറത്ത് മാറി നിൽക്ക്, വിട്ടുപോയി ചോദിക്ക്, ഇമാതിരിയുള്ള ഇയാളുടെ ഈ അഹങ്കാരം, ധാർഷ്ട്യം എത്ര വോട്ട് പോയിട്ടുണ്ടാവും? എഴുതി കണക്കൂട്ടി നോക്കി നിങ്ങൾക്ക്. ഒരൊറ്റ, അതായത് സഖാവെ ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ വീട്ടിൽ പോയി ചോദിക്ക് എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ഡയലോഗ് കൊണ്ട് പിണറായി വിജയന് എത്ര വോട്ട് പോയി? ഒരു പാവം പെൺകുട്ടി, ഒരു സഖാവ് പെൺകുട്ടി വന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടോ എന്ന് ചോദിച്ചപ്പോ മാറി എത്ര വോട്ട് പോയി? സ്വന്തം അംഗ രക്ഷകരെ ഇറക്കിയിട്ട്
ഈ യൂത്ത് കോൺഗ്രസ് കരിക്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ടടിച്ച് പൊട്ടിച്ചപ്പോ അതൊരു രക്ഷാപ്രവർത്തനമാണ്. അത് മാത്രമായിരുന്നില്ല, ഇങ്ങോട്ട് കാസർഗോഡ് നിങ്ങോട്ട് തുടങ്ങിയപ്പോ വഴിയരിയിലൊക്കെ കരിങ്കൊടി വീശിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ തലമണ്ട മുഴുവൻ ചെടിച്ചട്ടി കൊണ്ടും ഈ ഹെൽമെറ്റ് കൊണ്ടൊക്കെ അടിച്ച് പൊട്ടിച്ചപ്പോ അത് കണ്ട് അർമാദിച്ച് ചിരിച്ചല്ലേ, അർമാദിച്ച് ആ നവകേരള ബസ്സിലെ റിവോൾവിംഗ് ചെയറിൽ ഇരുന്നിട്ട് അർമാദിച്ച് പൊട്ടി ചിരിച്ച പിണറായി വിജയൻ എന്നിട്ട് പത്രലേഖകരോട് പറഞ്ഞു, അതൊക്കെ ഒരു രക്ഷാപ്രവർത്തനല്ലേ, അതൊക്കെ ഒരു രക്ഷാപ്രവർത്തനമല്ലേ, ഞാൻ ഇവരെ രക്ഷിക്കുകയായിരുന്നില്ലേ എന്ന് പറഞ്ഞ കൊഞ്ഞാണന്റെ ഈ കൊഞ്ഞാണ വർത്താനം കൊണ്ട് എത്ര വോട്ട് പോയി? ഇങ്ങനെ നിങ്ങൾ എണ്ണിയാൽ പിന്നെ അപ്പം ഗോവിന്ദന്റെ വക എത്ര വോട്ട് പോയി? അപ്പം ഗോവിന്ദന്റെ ഈ ഊള ഡയലോഗുകൾ കൊണ്ട് അല്ലെ, അയാളുടെ ഈ മാതിരിയുള്ള കോമാളിക്കളികൾ കൊണ്ട് എത്ര വോട്ട് പോയി? സ്വരാജിന്റെ ഈ അസഭ്യ പ്രകടനങ്ങളെ കൊണ്ട് അല്ലെ, സ്വരാജിന്റെ അസഭ്യ പ്രസംഗങ്ങളെ കൊണ്ട്, ഊളപ്രസംഗങ്ങളെ കൊണ്ട് എത്ര വോട്ട് പോയി? ഇങ്ങനെ കണക്കെടുത്തു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ തൊട്ടു പിന്നിൽ ന്യായമായും നമുക്ക് പ്രതിഷ്ഠിക്കാവുന്ന ആളാണ് കെ രാഗേഷ് എന്ന് പറയുന്ന കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി. ഏറ്റവും കൂടുതൽ വോട്ട് കെ രാഗേഷ് എന്ന് പറയുന്ന ഈ അധമന്റെ അല്ലെ, ഒരു വകക്ക് കൊള്ളാത്തവന്റെ പ്രകടനങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ടതാണ്. ഒരു സംശയവും വേണ്ട. ഇത് ഞാൻ ആമുഖമായി പറഞ്ഞത്. അയാൾ ഇപ്പോഴും അവിടെ തുടരുന്നു. എന്തിനാ അവിടെ വെച്ചതെന്നറിയോ? കാരണം ഇനി കുറച്ചും കൂടി തീർക്കാനുണ്ട് അവിടെ, കുറച്ചും കൂടി പാർട്ടിയെ ശരിപ്പെടുത്താനുണ്ട്. പാർട്ടിയിൽ നിന്ന് CPM-ൽ നിന്ന് അവസാനത്തെ ആളും, നിങ്ങൾ എഴുതി വെച്ചോ, CPM-ൽ നിന്ന് അതിന്റെ അവസാനത്തെ ആളും CPM-നെ ചവിട്ടിക്കൂട്ടിയിട്ട് ഇറങ്ങിപ്പോരുന്നത് വരെ ഇവൻ അവിടെ ഉണ്ടാവും. ഈ പെട്ടി തൂക്കി അവിടെ തന്നെ ഉണ്ടാവും. അതിനുവേണ്ടി വെച്ചതാണ്. ഇവൻ ഇവന്റെ പ്രവർത്തനം ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാ ഏറ്റവും പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന് ഇവനെ പ്രകോപിതനാക്കിയത് ഏഷ്യാനെറ്റില് സിന്ധു സൂര്യകുമാറിന്റെ കവർ സ്റ്റോറി. ഈ കവർ സ്റ്റോറിയിൽ VD സതീശനെ പ്രകീർത്തിച്ചുകൊണ്ട്, VD സതീശനെ ന്യായീകരിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ സിന്ധു സൂര്യകുമാർ പറഞ്ഞു. അതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. വിഴിഞ്ഞം വിവാദമുണ്ടല്ലോ, വിഴിഞ്ഞത്ത് അദാനി ഓഹരി കൈമാറ്റം നടത്തിയതുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങളെ സിന്ധു സൂര്യകുമാർ അവരുടെ ഈ പ്രത്യേക പരിപാടിയിലൂടെ അവതരിപ്പിച്ചപ്പോൾ, അതായത് കവർ സ്റ്റോറിയിലൂടെ അവതരിപ്പിച്ചത് കെ രാഗേഷിന് പിടിച്ചില്ല. അപ്പോൾ കെ രാഗേഷ് അതിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏതാണ്ട് എത്രയായി, രണ്ട് മണിക്കൂറായിട്ടുള്ളൂ. 2 മണിക്കൂറായിട്ടുള്ളൂ കേട്ടോ ഇവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് ഞാൻ മുഴുവനൊന്നും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നില്ലേ. ഞാൻ ഇയാളുടെ ആന മണ്ടത്തരങ്ങൾ 1-2 മാത്രം സൂചിപ്പിക്കട്ടെ. അതായത് ഈ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരികൾ UDF സർക്കാരിന്റെ ഒത്താശയിൽ, എങ്ങനെയാണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരികൾ UDF സർക്കാരിന്റെ ഒത്താശയിൽ വിദേശ കുത്തകകൾക്ക് കൈമാറാൻ അദാനി ഗ്രൂപ്പ് നടത്തുന്ന നീക്കങ്ങളെ പറ്റി കുറിപ്പെഴുതിയത് ഏഷ്യാനെറ്റ് ചാനലിനെ വല്ലാതെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് എന്നാണ് അവരുടെ കവർ സ്റ്റോറിയിൽ നിന്നും മനസ്സിലാവുന്നത്. എങ്ങനെയുണ്ട്? ഇവൻ ആദ്യം തന്നെ ഇവരെ പൊക്കുകയാണ്. അതായത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരികൾ UDF സർക്കാരിന്റെ ഒത്താശയിൽ. എടോ രാഗേഷേ, എന്താണ് UDFന്റെ ഒത്താശ? അദാനിയുടെ കൈവശമുള്ള 49% ഷെയറുകൾ, അദാനിയുടെ കൈവശമുള്ള ഷെയറിൽ നിന്ന് ആ ഷെയറിന്റെ 49% അദാനിക്ക് 75% ഷെയറുകൾ വിൽക്കാം. രാഗേഷ് കേക്ക്, അദാനിക്ക് ഈ വിഴിഞ്ഞം പോർട്ടില് അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ, അദാനിയുടെ ഷെയറിന്റെ 75% വിൽക്കാം. ആ അദാനി 49% ഷെയർ MSC കമ്പനിക്ക് കൈമാറിയിട്ടില്ല. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ എവിടെയാണോ UDFന്റെ റോള്, UDFന്റെ ഒത്താശ? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നീ ആദ്യം മനസ്സിലാക്കി തരണം. എന്താണ് UDFന്റെ ഒത്താശ? അങ്ങനെയാണല്ലോ എഴുതിയത്. എന്താണ്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരികൾ UDF സർക്കാരിന്റെ ഒത്താശയിൽ. UDF സർക്കാരിന് എന്തോ ഒത്താശയാണോ? മണുകുണാഞ്ച, വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം കേട്ടോ. വിവരമില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. ഇമ്മാതിരി തോന്നിയാ എഴുതാടോ.